തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. പത്മ, വാട്ട്സ് ദ മാറ്റർ? ഏട്ടൻ വരൂ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഇതെന്തി? ഇതിവിടെ ഇരിക്കുന്ന കണ്ട പത്മ മേഡത്തിന് ദേഷ്യം വരും. ആ, കൊണ്ടുപോയി അടുക്കളയിൽ വെക്കാം. രാജേട്ടൻ എന്തിനടുത്ത്? പിന്നെ ഇത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാന്? യോ രാജേട്ടാ, നടന്ന സംസാരങ്ങൾ കേട്ടതല്ലേ? അവരീ കുടുംബത്തിന്റെ ശത്രുക്കളാ. പത്മ മേഡം പറഞ്ഞു ഇതെടുത്ത് അകത്ത് കൊണ്ടുപോയിക്കാൻ. മേഡം ഒന്നും പറഞ്ഞില്ല. എല്ലാരും അങ്ങ് പോയപ്പോ ഇത് അവിടെ തനിച്ചിരിക്കുന്ന കണ്ടു. പിന്നെ ഇവിടെയാണല്ലോ കൊണ്ടുവയ്ക്കാറുള്ളത്. മാഡത്തിനോട് ചോദിക്കാതെ എന്തായാലും ഒരു കാര്യവും ചെയ്യണ്ട കേട്ടോ. എന്റെ പൊന്നു മോളെ, ആളുകൾ തമ്മിലുള്ള വഴക്കിന് ദാണ്ട ഈ പാവ ആപ്പിൾ എന്ത് ചെയ്തു? ഇനി അവരിപ്പോ ഇത് തിരിച്ചെടുക്കാൻ വരുമോ? അതെനിക്കറിയില്ല. എന്തിനാ ഇത് എടുത്തെന്ന് ചോദിച്ച് മാഡം ബഹളം വെച്ചാ രാജേട്ടൻ എന്ത് ചെയ്യും? അതിപ്പം ബഹളം വയ്ക്കുമ്പോഴല്ലേ. എന്തായിരുന്നാലും സാധനം കേടാവാതെ ഞാൻ എടുത്തു വെച്ചു. മേഡം ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ അവിടെ കൊണ്ട് വച്ചാ മതിയല്ലോ. രാജേട്ടാ, ഞാനിതിലില്ലേ. സ്വന്തം ഇഷ്ടപ്രകാരം രാജേട്ടൻ ചെയ്യുന്നതാ. എന്നോട് ആരും ബഹളം വെക്കാൻ പാടില്ല. എന്റെ മോളെ, ഇതൊക്കെ ആര് നോക്കാൻ പോകുന്നു? അടുക്കളയിൽ നിൽക്കുന്നവരല്ലേ ഇതൊക്കെ ഓർത്ത് ചെയ്യാനുള്ളത്. എന്റെ ദൈവമേ, കാര്യം കുറച്ച് ആപ്പിളേ ഉള്ളൂ. പക്ഷേ സംസാരിച്ചു തുടങ്ങിയാലേ ഈ ലോകം തന്നെ ഈ ആപ്പിൾ ആണെന്ന് തോന്നിപ്പോ. എനിക്കൊരു പേടിയില്ല മോളെ. എന്താ പറയണേന്ന് വെച്ചാ പറഞ്ഞോട്ടെ. രാജേട്ടൻ എന്തിനാ പേടിക്കുന്നത്? അടുക്കളക്കാരായാലും ശരി, രാജേട്ടനല്ലല്ലോ, എന്നല്ലേ കുറ്റം പറയൂ. അതിനിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. നന്ദിനിയല്ല ഞാനാ ചെയ്തതെന്ന് പറഞ്ഞ എന്താ പറയാ? നീ അവളെ രക്ഷിക്കാൻ പറഞ്ഞതല്ലേ? സത്യത്തിൽ അവള് പറഞ്ഞിട്ട് നീ ചെയ്തതല്ലേ എന്ന് ചോദിക്കും. ഇവിടെ സത്യം പറഞ്ഞിട്ട് ഒരു വിലയില്ല മോളെ. അപ്പൊ കൂട്ടത്തിൽ വെച്ച ആപ്പിൾ ഏതെന്ന് ചോദിച്ചാ എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അവര് കൊണ്ടുവന്ന ആപ്പിൾ ഇങ്ങോട്ട് കൊണ്ടുവാ എന്ന് പറഞ്ഞ കൃത്യമായിട്ട് ആ പ്ലേറ്റിൽ എടുത്ത് വെച്ച് കൊണ്ടുകൊടുക്കാനും എനിക്കറിയാം. കഴിഞ്ഞല്ലോ പ്രശ്നം. അവരെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, അവരുടെ ഭർത്താവ് കൊലപാതകം ചെയ്ത് ജയിലിൽ കിടക്കുക. ഉള്ള കാര്യം പറയണമല്ലോ മോളെ. ആ ഒരു കാര്യത്തിൽ പത്മ മേഡത്തിന് അംഗീകരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒരു പാവപ്പെട്ട തൊഴിലാളിയെ കൊന്ന ഒരാളോട് ഒട്ടും ദയ കാണിച്ചില്ലല്ലോ. വലിയ വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് അവന് ജയിലിൽ തന്നെ വാങ്ങിക്കൊടുത്തല്ലോ. ആ, കുറച്ചു നാള് കഴിയുമ്പോഴേ മോളോടും പത്മ മേഡത്തിന് സ്നേഹമൊക്കെ തോന്നും. എന്ത് സ്നേഹം? എന്നെ ആരെങ്കിലും കൊല്ലുമ്പോ വക്കീലന്മാരെ വിളിക്കാനോ? അങ്ങനെ അല്ല മോളെ. പത്മ മേഡത്തിന് ഈ ദേഷ്യമൊക്കെ മാറിയിട്ട് ഇതെന്റെ മരുമോളാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുന്ന ഒരു ദിവസം വരും. കാത്തിരുന്നാ മതി. വരും, ഉറപ്പ്. ഒക്കെ നടന്നതല്ലേ. പത്മ മാഡം ജീവനോടെ ഇരിക്കുമ്പോ അങ്ങനെ ഒരു കാര്യം ഒരു കാലത്തും ഉണ്ടാവില്ല രാജേട്ടാ.
ഞാനത് പ്രതീക്ഷിക്കുന്നതുമില്ല, സ്വപ്നം കാണുന്നുമില്ല.